reinforcement. ഇതുവരെയുള്ള നോട്ട് ഒരു മിനിറ്റ് advantages of shear stress we discussed. Okay, the advantages of shear stress were discussed in the previous video. Now we are going to discuss the design of shear reinforcement. Design of shear reinforcement. Last class we studied the three types of shear reinforcement. That's vertical, inclined and bent up bar. Like മൂന്ന് ടൈപ്പ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ബെൻഡ് അപ്പ് ബാർ ഉണ്ടായിരുന്നു അല്ലെ, ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്ന ബെൻഡ് അപ്പ് ബാർ, ദെൻ ഇൻക്ലൈൻ ചെയ്ത് കൊടുക്കുന്ന ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ്, ദെൻ വെർട്ടിക്കൽ സ്റ്റിറപ്പ് 90 ഡിഗ്രിയിൽ കൊടുക്കുന്ന വെർട്ടിക്കൽ സ്റ്റിറപ്പ്. We had three types of shear reinforcement and ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ ഡിസൈൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വാട്ട് എവർ ഡിസൈൻ വി ആർ ഡൂയിങ് ദർ ഇസ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഒരു ഡിസൈൻ പ്രൊസീജിയർ ഉണ്ടാവും which will be based on which code? IS 456 2000 ബേസ് ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിനും ഒരു ഡിസൈൻ പ്രൊസീജിയർ ഉണ്ടാവും. IS 456 2000 ബേസ് ചെയ്തിട്ട് there is a design procedure for shear reinforcement. Okay, ഞാനിവിടെ ഷിയറിന്റെ ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്തു പോവുക. ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റെപ്സ്, ഒരു 6-7 സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി പോവുക. സപ്പോസ് നിങ്ങൾക്ക് എഴുതിയെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ you go and see the video, then complete your note. Okay, so maximum എഴുതിയെത്താൻ ശ്രമിക്കാം. ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, go for the design of shear reinforcement of so and so beam എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്ത പോലെ തന്നെ ബീം ഡയമെൻഷൻസും AST ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു ഷിയറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിവൺ ഡാറ്റ. ഓക്കെ, സ്റ്റെപ്പ് 1, റൈറ്റ് ഡൗൺ ദ ഗിവൺ ഡാറ്റ. റൈറ്റ് ഡൗൺ the given data. Then coming to step 2. Step 1 അപ്പോൾ നമ്മൾ എന്തൊക്കെ given data B ഉണ്ടാവും, then depth ഉണ്ടാവും, FY, FCK ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. In addition to these details ഒരു shear force കൂടി തന്നിട്ടുണ്ടാവും. V എന്നൊരു shear force ഈ ഒരു ബീം സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന shear force V തന്നിട്ടുണ്ടാവും. ഈ Vയിൽ നമുക്ക് ultimate shear force ആയിട്ട് convert ചെയ്യണം. That's our second step, that is calculation of factored shear force. Calculation of factored shear force. Calculation of factored shear force. Factorize ചെയ്യുക. Ultimate shear force അല്ലെങ്കിൽ factored shear force is given by 1.5 times the given shear force. Question given shear force already a beam will act ചെയ്യുന്ന shear force will be given in the question, or factorize ചെയ്തിട്ടുള്ള shear force ആയിരിക്കും. ഏതെങ്കിലും ഒന്നായിരിക്കും, either VU അല്ലെങ്കിൽ V ആയിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ VU ആണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ we can skip this step. If it's not given, we have to calculate VU equal to 1.5 V. This is the second step. നമുക്കിപ്പോൾ സ്റ്റെപ്പ് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, ബട്ട് എന്താ പറയുക, പ്രോബ്ലം ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങളത് ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ സ്റ്റെപ്പ് 3, calculation of nominal shear stress. Calculation of nominal shear stress tau V. നോമിനൽ ഷിയർ സ്ട്രെസ് ആ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് V കാരണം, ഓക്കെ, അല്ലെങ്കിൽ ഈ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് VU കാരണം ഇവിടെ ഉണ്ടാവുന്ന ഈ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് VU കാരണം അവിടെ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് VU കാരണം ആ ഒരു ബീം സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് നോമിനൽ ഷിയർ സ്ട്രെസ്. And it is given by the equation tau V equal to VU divided by B into D. Tau V equal to VU divided by B into D. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാം ഒരേ യൂണിറ്റ്സിൽ, ദാറ്റ് ഈസ് ഇവിടെ ന്യൂട്ടൺ, VU ന്യൂട്ടണിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ദെൻ B and D mm വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും, ടോവിൻ്റെ യൂണിറ്റ് കിട്ടുക ന്യൂട്ടൺ പെർ
mm² ആയിരിക്കും. ജസ്റ്റ് യൂണിറ്റ്സിന്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ടോ വി ഈക്വൽ ടു വി യു ബൈ ബി ഡി. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കോഡിൽ ഗിവൺ ആണ്. ഇറ്റ്സ് ഗിവൺ ഇൻ അവർ IS കോഡ്. ഞാൻ ക്ലോസ് എഴുതാം, എന്നിട്ട് നമുക്ക് കോഡ് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ജസ്റ്റ് ക്ലോസ് ഒന്ന് എഴുതി വെക്കാം. ക്ലോസ് IS 456. ഇപ്പൊ നിങ്ങൾ ആരും കോഡ് എടുക്കണ്ട, നമുക്ക് കോഡ് എടുത്തിട്ട് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് യു റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ്. IS 456 2000 ക്ലോസ് 40.1 ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫോർ യൂണിഫോം സെക്ഷൻ ഓർ യൂണിഫോം ഡെപ്ത് ഉള്ള ബീമിനാണ് ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ടോ വി ഈക്വൽ ടു വി യു ബൈ ബി ഡി ഈസ് ഫോർ beams having uniform depth. Beams having uniform depth. യൂണിഫോം ഡെപ്തിലുള്ള ബീമുകളുടെ ഇക്വേഷൻ ആണിത്. ദെൻ ബീംസ് വിത്ത് വേരിയിങ് ഡെപ്ത് ആണെങ്കിൽ beams with varying depth, the equation is tau v equal to vu plus mu by d tan beta by b into d. വലിയൊരു ഇക്വേഷൻ ആണ് കേട്ടണ്ട. അഗൈൻ given in the IS 456 അവിടെ ഇതേ ഇക്വേഷൻ തന്നിട്ടുണ്ട്. Given in clause 40.1.1. അങ്ങനെ എന്തെടുക്കുമ്പോഴും നിങ്ങൾ IS കോഡ് എന്തെടുക്കുമ്പോഴും ക്ലോസ് കൂടെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. എഴുതണം ബ്രാക്കറ്റ്സിനുള്ളിൽ ഇങ്ങനെ ഏത് ഇക്വേഷൻ ആണ്. ഓക്കെ, ദിസ് ഇക്വേഷൻ ഫോർ ബീംസ് വിത്ത് വേരിയിങ് ഡെപ്ത്. ഓക്കെ, ബീംസ് വിത്ത് വേരിയിങ് ഡെപ്തിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണ്? നോമിനൽ ഷിയർ സ്ട്രെസ് ടോ വി കണ്ടുപിടിക്കുക. അതിന് രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. യൂണിഫോം ഡെപ്ത് ആണെങ്കിൽ ഒരു ഇക്വേഷൻ, വേരിയിങ് ഡെപ്ത് ആണെങ്കിൽ ഒരു ഇക്വേഷൻ. ആൻഡ് ഇൻ അവർ സിലബസ് നമ്മൾ യൂണിഫോം ഡെപ്ത് ഉള്ള ബീംസ് മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. വി ഓൺലി ഡിസൈൻ ദ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഫോർ ബീംസ് ഹാവിംഗ് യൂണിഫോം ഡെപ്ത്. ആൻഡ് ബീംസ് വിത്ത് വേരിയിങ് ഡെപ്ത് നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ലെവൽ ലൈക്ക് ഗേറ്റ് ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബീംസ് വിത്ത് വേരിയിങ് ഡെപ്തിന്റെ ഷിയർ സ്ട്രെസിന്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 4. അപ്പോൾ ടോ വി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ദെൻ നെക്സ്റ്റ് ഗോ ഫോർ സ്റ്റെപ്പ് 4. Step 4 is the calculation of shear resistance of concrete. Calculation of shear resistance of concrete, that is denoted by tau c. ഇപ്പോൾ മുന്നേ പറഞ്ഞത് ടോ വി ആയിരുന്നു. ഇതൊന്ന് ശ്രദ്ധിച്ച് എന്നിട്ട് എഴുതാം. ടോ വി ആയിരുന്നു മുന്നേ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് മീൻസ് ദ ഷിയർ ഓഫ് ദ ഷിയർ സ്ട്രെസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സ്ട്രക്ചറൽ മെമ്പർ. ആ മെമ്പറിൽ ഉണ്ടായിരുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോ വി എന്ന് പറഞ്ഞത്. ടോ വി ഇസ് ദ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ഡ്യൂ ടു ആ ഒരു ഷിയർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് സെക്ഷൻ. അല്ലെങ്കിൽ ആ ഒരു മെമ്പറിൽ നമ്മളൊരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ദാറ്റ് ബീം ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് കാരണം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് ടോ വി എന്ന് പറയുന്നത്. ദെൻ ടോ സി എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ ഷിയർ റെസിസ്റ്റൻസ്. ആ കോൺക്രീറ്റ് നൽകുന്ന ഷിയർ റെസിസ്റ്റൻസിനാണ് ടോ സി എന്ന് പറയുന്നത്. ആൻഡ് ടോ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ 19 ആണ് റെഫർ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവാം. ദെൻ ആഫ്റ്റർ ദിസ് വിൽ ഡിസ്കസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം ടോ സി കണ്ടുപിടിക്കാൻ വേണ്ടി reinforcement, percentage of tensile reinforcement PT. Okay, percentage of tensile reinforcement PT. എങ്ങനെയാ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം? 100 AST divided by B into D. നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഈ വാല്യൂനെയും ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടോ സിയുടെ വാല്യൂ നമുക്ക് കിട്ടുക. ഈ ഒരു PTനെയും ദെൻ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് we will get the value of tau c from IS 456 table 19.
19 of IS 456. അങ്ങനെ നോക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. Now just note down the step. Okay, that is TOS C. Then next step, that's step number 5. Calculation of maximum shear stress. Calculation of maximum shear stress. Denoted by tau C max. Tau C max. The tau C max is obtained from table 20 of IS 456. Table 20 of IS 456 2000. നമുക്ക് 3 ഷിയർ സ്ട്രെസിന്റെ വാല്യൂസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? We obtained 3 values of shear stress from step 3, 4, 5. 3 സ്റ്റെപ്പ്. ഓക്കെ, ഇതുവരെ എഴുതി വെച്ചു നിങ്ങൾ? ആകാശ്, have you completed? എഴുതി വെച്ചു മിസ്. ആകാശ് എഴുതി വെച്ചു മിസ്. എഴുതി. ഹലോ. Anybody? Amit completed? മിസ് എഴുതി. Okay. Then after step 3, 4, 5, we get 3 values of shear stress. First step was writing given details. Second step was to find out factored shear force VU. Then third step tau V ആണ് find out ചെയ്തത്. Next step we found out tau C. Then in the fifth step we found out tau C max. Similar difference in the tau V is the nominal shear stress in that particular structural member. Then coming to tau C, it's a shear resistance offered by concrete. Tau C max is a maximum shear stress. Then we have to check a criteria. ഈ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഷിയർ സ്ട്രെസ് പോകുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ ദാറ്റ് ഇസ് tau V less than tau C max. tau V less than tau C less than tau C max. ഈ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ our structure is to an extent faced with shear, so we have to go only for minimum shear design. Minimum shear design or minimum shear reinforcement is to be provided in this case. Minimum shear reinforcement is to be provided. ഇത് സ്റ്റെപ്പ് 5 കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു ചെക്കാണ്. So you have to write this too. ഇതും കൂടെ നോട്ടിൽ എഴുതി പോവുക. That is, if tau V is less than tau C less than tau C max, we have to go for the minimum shear reinforcement, or the minimum shear reinforcement is to be provided. A minimum shear reinforcement in the equation on ASB divided by B into SB, which is greater than or equal to 0.4 divided by 0.87 FY. This is the equation for minimum shear. Next case, again we have 3 values. ഇതിന്റെ അടുത്ത ക്രൈറ്റീരിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. This was the first criteria. The first criteria ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. Next criteria, again tau V, then tau C and tau C max. Suppose tau V is greater than tau C less than tau C max. Here we have to design the shear reinforcement as per clause. Shear reinforcement is required. ഉള്ളത്തെ കേസിൽ മിനിമം ആയിരുന്നു വേണ്ടത്. Here we have to design the shear reinforcement, and that design is given in clause 40.4. 40.4 ആ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. Then ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. That is, if tau V is greater than tau C max ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ that particular section is deemed to be invalid. നമ്മൾ ആ എടുത്തിരിക്കുന്ന ബീം സെക്ഷൻ തന്നെ ഇൻവാലിഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏത് കേസിലാണ് ഷിയർ റീൻഫോഴ്സ്മെന്റിന്റെ ഡിസൈൻ വരുന്നത്? ഈ സെക്കൻഡ് കേസ്
ഈ ഒരു കേസ് വന്നാൽ മാത്രമാണ് നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യേണ്ടതുള്ളൂ. മറ്റു കേസിൽ മിനിമം കൊടുക്കുക, ആൻഡ് അതർ വണ്ണിൽ സെക്ഷൻ തന്നെ invalid ആയിട്ട് പോകും. Okay, so note down, this is the important case. Shear reinforcement design is required only in this case, that is tau v is greater than tau c is less than tau c max. Okay, so ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഏത് സ്റ്റെപ്പിലാണ് നിർത്തിയത്? സ്റ്റെപ്പ് 5 ആയിരുന്നു അല്ലേ? സ്റ്റെപ്പ് 5 കൂടി നമുക്ക് 3 ക്രൈറ്റീരിയയിലോട്ട് എത്തി. minimum shear reinforcement and the shear reinforcement required criteria and the invalid section criteria. 3 ക്രൈറ്റീരിയയിലോട്ട് എത്തി. നമുക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 5. Step number 5. Okay, so we are going with shear reinforcement design ഉണ്ട് എന്നുള്ള assumptionലാണ് നമ്മൾ പോകുന്നത്. That is second criteria ആണെന്ന് വിചാരിക്കുക. The next step, we have to calculate the shear resistance required for the stirrup. Okay. Calculation of shear resistance. Calculation of shear resistance required for stirrup. That is, നമുക്ക് ടോട്ടൽ ഓർ ദ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് VU. ഈ പാർട്ട് ഓഫ് VU എന്ന് പറയുന്നത് ഈ ഷിയറിനെ മൊത്തത്തിൽ കോൺക്രീറ്റും സ്റ്റിറപ്പും കൂടിയാണ് ഈ ഷിയർ ഫോഴ്സിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് ഷിയർ ഫോഴ്സ് ഇസ് ക്യാരിഡ് ബൈ കോൺക്രീറ്റ്, ദാറ്റ് ഇസ് VC, and the other part is carried by the, so that resistance is provided by the stirrup. Okay, stirrup നമ്മൾ VUS എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് VUന്റെ ഒരു പാർട്ട് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺക്രീറ്റും, അതർ പാർട്ട് ഇസ് പ്രൊവൈഡഡ് ബൈ പാർട്ട് ഓഫ് റെസിസ്റ്റൻസ് ഇസ് പ്രൊവൈഡഡ് ബൈ സ്റ്റിറപ്പ്. അപ്പോൾ സ്റ്റിറപ്പിന്റെ റെസിസ്റ്റൻസും കോൺക്രീറ്റിന്റെ റെസിസ്റ്റൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഫാക്ടേർഡ് ഷിയർ റെസിസ്റ്റൻസ് കിട്ടുക. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ നിന്ന് ആരെയാണ് കണ്ടുപിടിക്കേണ്ട? സ്റ്റിറപ്പ്. സോ VUS ഇസ് ഗിവൺ ബൈ എന്തായിരിക്കും? VU മൈനസ് VC, which is given by the equation VU എന്താണ്? tau v by VD അല്ലേ? VU is given by tau v by VD minus VC is given by tau c by VD. VU minus VC ആണ്. VU എന്ന് പറയുന്നത് മൊത്തം നമുക്ക് കിട്ടുന്ന അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് ആണ് VU. VC എന്ന് പറയുന്നത് ഷിയർ റെസിസ്റ്റൻസ് റിക്വയർഡ് ബൈ ദ കോൺക്രീറ്റിന്റെ ഷിയർ റെസിസ്റ്റൻസ് ആണ് VC. VU എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ദെൻ VU is given by tau v by BD. VC ആണെങ്കിൽ tau c by BD. ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ we have, sorry, there is a correction. എന്താണ് VU എന്ന് പറയുന്നത്? tau v into BD അല്ലേ? മൈനസ് tau c into BD. This is equation. Okay. This was equation. ഇതല്ലേ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ? tau v എന്ന് പറയുന്നത് VU by BD എന്നുള്ളത് ക്ലോസ് 40.1 ഒക്കെ റെഫർ ചെയ്ത് എഴുതിയത്. ദെൻ അഗെയിൻ കമ്മിങ് ബാക്ക്, നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ B into D is equal to tau v minus tau c. B into D equal to tau v minus tau c. അത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? VUS കിട്ടും. VUS ഈ സ്റ്റെപ്പിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ആണ് നമ്മൾ ഡിസൈനിലോട്ട് പോകേണ്ട. സ്റ്റെപ്പ് നമ്പർ 7, ഐ തിങ്ക് 7 അല്ലേ? സ്റ്റെപ്പ് നമ്പർ 7, 5, സ്റ്റെപ്പ് നമ്പർ 6. മിസ് പറഞ്ഞോളൂ. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേഷൻ ഓഫ് മാക്സിമം. പ്ലീസ് മെസ്സേജ് ഇൻ ചാറ്റ് ബോക്സ്. സ്റ്റെപ്പ് നമ്പർ 6, ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. ഈ സ്റ്റെപ്പിൽ നമ്മുടെ അൾട്ടിമേറ്റ് എയിം, സ്റ്റെപ്പ് 5 അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് VUS ഫൗണ്ട് ഔട്ട് ചെയ്യാനായിരുന്നു.
VUS കണ്ടുപിടിക്കുക, ദാറ്റ്സ് BD ഇൻറ്റു ടോ വി മൈനസ് ടോ സി. നമ്മുടെ കയ്യിൽ ഈ വാല്യൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് VUS വരെ അവിടെ ഫൗണ്ട് ഔട്ട് ചെയ്യാം. ഇനി ആ VUSനെ വെച്ചിട്ടാണ് നമ്മൾ ഷിയർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് എഴുതിയെത്തിയിട്ടില്ല എന്നാണോ പറയുന്നത്? This is the step. This is step number 5. Okay, this is step number 6. And this is step number 7. Okay, right. Step number 7, design of shear reinforcement. അപ്പോൾ നമ്മൾ VUS വരെയുള്ളത് ഫൗണ്ട് ഔട്ട് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ഈ ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റിലോട്ട് എങ്ങനെ പോകാൻ നോക്കാം. സ്റ്റെപ്പ് നമ്പർ 7, ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ മെയിനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സ്പേസിംഗ് ആണ്. അപ്പോൾ സ്പേസിംഗ് 3 കേസിലും ഉണ്ട്. ദാറ്റ് ഈസ് ഇൻക്ലൈൻഡ് കേസിലും, ദെൻ വെർട്ടിക്കൽ സ്റ്റെറപ്പിന്റെ കേസിലും, ഇൻക്ലൈൻഡ് സ്റ്റെറപ്പിലും, ബെൻഡഡ് ബാറിലും സ്പേസിംഗിന്റെ ഇക്വേഷൻ ഡിഫറെന്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ക്ലോസ് 40.4 ഓഫ് IS 456/2000. അവിടെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് കിട്ടും. കോഡ് വെച്ചിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നൗ ജസ്റ്റ് ചെക്ക് ഡൗൺ ദിസ് സ്റ്റെപ്പ്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്ലോസ് 40.4 ആണ്. IS 456ന്റെ 40.4 നിന്ന് നമുക്ക് സ്പേസിംഗ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സ്പേസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഇക്വേഷൻ നമുക്ക് ക്ലോസ് 40.4 നിന്ന് കിട്ടും. ഓക്കെ, സ്പേസിംഗ് ഓഫ് ഷിയർ. ദാറ്റ് ഇസ് ദ ഡിസൈൻ. ഡിസൈൻ എന്ന് പറയുമ്പോൾ ശരിക്കും സ്പേസിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സപ്പോസ് വി ആർ ഗെറ്റിംഗ് എ സ്പേസിംഗ് ഓഫ് 94 പോയിന്റ്, ജസ്റ്റ് ഇവിടെ തന്നെ പറഞ്ഞു പോവാണ്. സപ്പോസ് വി ആർ ഗെറ്റിംഗ് എ സ്പേസിംഗ് ഓഫ് 94.5 mm. 94.5 mm എന്ന് കിട്ടി. നമ്മൾ എപ്പോഴും സ്പേസിംഗ് അതിന്റെ ലോവർ വാല്യൂലോട്ട് വേണം റൗണ്ട് ചെയ്യാൻ. അതിന്റെ നിയറസ്റ്റ് 10th പ്ലേസ് അത് ആൻഡ് ബിലോ. ദാറ്റ് ഇസ് 94 നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ സ്പേസിംഗ് 90 വേണം റൗണ്ട് ചെയ്യാൻ. ഓക്കെ, സ്പേസിംഗ് എപ്പോഴും റൗണ്ട് ചെയ്യുമ്പോൾ താഴോട്ടും, നമ്പർ ഓഫ് ബാർ റൗണ്ട് ചെയ്യുമ്പോൾ കുറച്ച് മുകളിലോട്ടും വേണം. അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഡെപ്ത് ആണെങ്കിൽ കൂടി മുകളിലോട്ട് വേണം റൗണ്ട് ചെയ്യാൻ. ഓക്കെ, സപ്പോസ് 94.5 mm ആണ് ഇഫക്റ്റീവ് ഡെപ്ത് കിട്ടിയതെങ്കിൽ വിൽ ടേക്ക് ദാറ്റ് വാല്യൂ ആസ് 100. ബട്ട് സ്പേസിംഗ് ആണെങ്കിൽ നമ്മൾ ലോവസ്റ്റിലോട്ട് പോകണം. ദാറ്റ് ഇസ് 90 പോകണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ത്രൂ ഔട്ട് ദിസ് ഡീസസ് 1 and 2 നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. സ്പേസിംഗ് എപ്പോഴും റൗണ്ട് ചെയ്യുമ്പോൾ ലോവസ്റ്റ് പ്ലേസിലോട്ട് റൗണ്ട് ചെയ്യുക. കാരണം മിനിമം സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യും. അതിനേക്കാൾ കുറഞ്ഞത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ സ്പേസിംഗിലോട്ട് പോകണം. നമുക്ക് കിട്ടുന്ന എപ്പോഴും മാക്സിമം സ്പേസിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് കൂടിയൊരു വാല്യൂ കൊടുക്കരുത്, അതിനേക്കാൾ കുറഞ്ഞ വാല്യൂ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 8 ആണ്. Step number 8, that is to check for minimum spacing. Check for minimum spacing. Minimum spacing ulla check aanu. And again it's given in IS 456/2000 clause 26.5.1.5. ഈ ഒരു ക്ലോസ് ചെക്ക് ചെയ്യുക. അവിടെ നമുക്ക് സ്പേസിംഗിന്റെ മിനിമം കണ്ടീഷൻസ് പറയുന്നുണ്ട്. സ്പേസിംഗ് ഷുഡ് ബി ഓക്കെ, അത് നമുക്ക് ക്ലോസ് വെച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 0.75D, then 300 mm and the calculated spacing. ഇതിൽ ഏറ്റവും മിനിമം ആണ് എടുക്കേണ്ടതെന്നുള്ളൊരു ക്ലോസ് ആണ്. ക്ലോസ് 26.5.1.5. നമുക്കത് ക്ലോസ് വെച്ചിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കോഡ് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. നൗ ടേക്ക് ഡൗൺ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് എഴുതുക. ഓക്കെ, ദാറ്റ് വാസ് സ്റ്റെപ്പ് നമ്പർ 8. മിനിമം സ്പേസിംഗ് ഉണ്ടോ? നമ്മൾ ഓൾറെഡി ഒരു സ്പേസിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്തു അല്ലേ. ഫ്രം ഡിസൈൻ വി ഒബ്റ്റൈൻ എ പർട്ടിക്കുലർ സ്പേസിംഗ്. വി ഹാവ് ടു ചെക്ക് whether this spacing is safe. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം സ്പേസിംഗ് ചെക്ക് ചെയ്യുന്നത്. അത് ഈ ഒരു കോഡിനെ റെഫർ ചെയ്തിട്ട് ചെക്ക് ചെയ്യും. Then coming to step number 9.
Step number 9. Check for minimum reinforcement. Check for minimum reinforcement. നമ്മൾ വി യു എസിന്റെ സ്റ്റെപ്പ് അവിടെ വെച്ചിട്ട് നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതും. ഓക്കെ, ആ കൊടുത്തിരിക്കുന്ന ASP സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 9. We'll check it by referring to clause 26.5.1.6 of IS 456/2000. നമ്മൾ വി യു എസ് ഫൗണ്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അസ്യൂം ചെയ്യും ഇത്ര സ്റ്റെപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അത് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് അതിന്റെ ASV ഏരിയ ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്പ് എത്രയാണെന്നുള്ളത്, ഷെയർ സ്റ്റിറപ്പ് ASV, ഷെയർ സ്റ്റിറപ്പിന്റെ ഏരിയ ASV, ആ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മളൊരു സ്റ്റെപ്പ് വി യു എസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഉടനെ തന്നെ ASVന്റെ ഒരു കാൽക്കുലേഷൻ അവിടെ ചെയ്യും. ദെൻ ആ ASV മിനിമം ASVനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചെക്കാണ് സ്റ്റെപ്പ് നമ്പർ 9 ചെയ്യുന്നത്. ദാറ്റ് ഈസ് ASV ഡിവൈഡഡ് ബൈ, ഇക്വേഷൻ ഒക്കെ കോഡിലുണ്ട്, B into SV should be greater than or equal to 0.4 divided by 0.87 FY. Okay. ഇതിൽ നിന്ന് ASV മാത്രമായിട്ട് ഫൗണ്ട് ഔട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ പർട്ടിക്കുലർ വാല്യൂ. ഒരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ആ ഒരു വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ASV എന്ന് നോക്കും. ദാറ്റ് ഈസ് ഇവിടെ വരുന്ന മെയിൻ ഒരു ചെക്കും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ASV പ്രൊവൈഡഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ASV മിനിമം. മിനിമം എത്രയാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ നിന്ന് കിട്ടും. ആ ഒരു മിനിമത്തിനേക്കാൾ, ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്ത ASV. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഡിസൈൻ ഇസ് സേഫ്. ദെൻ വി ക്യാൻ ഗോ ഫോർ ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഡീറ്റെയിലിംഗ്. സ്റ്റെപ്പ് നമ്പർ 10, ഡീറ്റെയിലിംഗ്. സ്റ്റെപ്പ് നമ്പർ 10, ഡീറ്റെയിലിംഗിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്മുടെ ബീം സെക്ഷൻ വരയ്ക്കും. നമുക്ക് തന്നിട്ടുണ്ടാവും എത്ര റീഎൻഫോഴ്സ്മെന്റ് ബാർ ആണ്. സപ്പോസ് ലെറ്റ് ഇറ്റ് ബി 4. ഇതൊക്കെ ക്വസ്റ്റിനിൽ തരുന്ന കാര്യങ്ങളാണ്. AST ഒക്കെ എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് സ്റ്റിറപ്പിനെ അവിടെ എൻക്ലോസ് ചെയ്യുക. ദാറ്റ് ഈസ്, അപ്പം നമ്മൾ 2 ലെഗ്ഡ് സ്റ്റിറപ്പാണ്, 8 mm-ന്റെ 2 ലെഗ്ഡ് സ്റ്റിറപ്പ് ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഡിസൈനിൽ വരിക എന്നുള്ളത് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റിറപ്പ് ഇവിടെ വരയ്ക്കും. ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി 2 ഹോൾഡർ ബാറും കൂടെ എൻക്ലോസ് ചെയ്യും. ദിസ് ഇസ് ഹോൾഡർ ബാർ. ദെൻ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യുക, എന്താണ്, എല്ലാം സ്പെസിഫൈ ചെയ്യുക. വാട്ട് ഈസ് ദ വിഡ്ത്ത്, വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് ഡെപ്ത്, ദെൻ AST എത്രയാണെന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ദാറ്റ് ഈസ് 4 number of 16 mm bars, whatever as per the given condition. ഏതാണ് AST എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ ASVനെയും കൂടെ ഇത് എഴുതാം. ദാറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ 8 mm 5 2 legged ബാർ ആണെങ്കിൽ അതും കൂടി എഴുതുക. ഇത്രയുമാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ. ഓക്കെ, സോ ദിസ് ആർ സ്റ്റെപ്പ് ഫോർ ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. എനി ഡൗട്ട്?